ഇതിന്നൊരാളെ സെലക്ട് ചെയ്യും. എല്ലാവരെയും എനിക്ക് ബോധിച്ചതാണ്. അതിൽ തന്നെ ഒരാളെ കൂടുതൽ ബോധിച്ചിട്ടുണ്ട്. നോക്കട്ടെ, എനിക്കിഷ്ടമുള്ള ആളെ തന്നെയാണോ നീയും സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. എവിടെ ഞാനും കൂടി കാണട്ടെ. കൊള്ളാല്ലേ? ഇയാള് മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിൽ വല്ല മാറ്റം ഉണ്ടായോ? അമ്മേ, ഇയാളെയാ അച്ഛനും കൂടുതൽ ഇഷ്ടമായത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, അങ്ങ് അമേരിക്കയില്. ഒറ്റ മോൻ. കുടുംബം നല്ല അന്തസ്സുള്ള കുടുംബം. പയ്യനിപ്പോ ലീവിലൂടെ ഉണ്ട്. ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. അങ്ങനെ എടുപിടിന്ന് വേണോ? അമ്മേ, വേണം. ഇതാണെങ്കിൽ എന്തായാലും വേണം. കാരണം ചെറുക്കന് അധിക ദിവസം ലീവില്ല. കാണാൻ ഭംഗിയുണ്ട്. ഇവക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞാ ഇവളെയും കൊണ്ടുപോകും അമേരിക്കയില്. കൊണ്ടുപോകും. ആദ്യ പോക്കിൽ നടക്കില്ലെങ്കിലും 1-2 മാസത്തിനുള്ളിൽ എന്തായാലും നടക്കും. വേദേ, എന്നാ പിന്നെ വരാൻ പറയട്ടെ അവരോട്. പറഞ്ഞോളൂ. പിന്നൊരു കാര്യം, വന്നു കഴിയുമ്പോ നിന്റെ പാസ്റ്റ് ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അത് അറിഞ്ഞിരിക്കുന്നല്ലേ അച്ഛാ നല്ലത്. അല്ലെങ്കിൽ പിന്നീടൊരു പ്രശ്നം ഉണ്ടായാലോ? അത് വേണ്ട. വേറൊന്നും കൊണ്ടല്ല, നമ്മളായിട്ട് തന്നെ അത് പറയുമ്പോ അവർക്ക് വെറുതെ അനാവശ്യ സംശയങ്ങളുണ്ടാവും. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് മുമ്പ് അഫയർ ഇല്ലാത്ത ആരാ ഉള്ളത്? അതൊന്നും നീ പറയണ്ട. ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത 100 പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മോൾക്കൊരു അബദ്ധം പറ്റി, നമ്മളത് സഹിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്ത തെറ്റിനെ വെള്ള പൂശാനൊന്നും നിൽക്കണ്ട. ഇനിയിപ്പൊ അതും ഇതും പറഞ്ഞ് അവളുടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കണ്ട. അവര് അറിഞ്ഞു ചോദിക്കുകയാണെങ്കിൽ ചോദിക്കട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. മോളെ, അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ മതിയെന്നാ നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ മതി. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എനിക്കിഷ്ടമായി. എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞോളൂ.